യുവരാജ് ഗോകുൽ. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ കാലവർഷത്തിന് മുൻപ് കൃത്യമായി ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജോലികളുണ്ട്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പല ജോലികളുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാറിയ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അത്യധ്വാനം ചെയ്യുകയാണ് KSEBിയിലെ ഉദ്യോഗസ്ഥരൊക്കെ. അത് ജീവൻ പണയം വെച്ചു തന്നെയാണ് അങ്ങനെ ചെയ്യേണ്ടുന്ന സാഹചര്യം അവർക്ക് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അത്യധ്വാനം തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് വിളിച്ചു പറഞ്ഞാൽ അവർ ഏറ്റവും പരമാവധി സാധ്യമായ സമയത്ത് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നതിൽ പലയിടങ്ങളിൽ വീഴ്ചയും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന നിലയ്ക്ക് കാണേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ബാധു, നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് രാത്രിയിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചാൽ ആരും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ സിസ്റ്റമൊക്കെ മാറി. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതിനെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമല്ലോ. ഇപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ രാത്രി കറണ്ട് പോകുന്ന സമയത്ത് വിളിക്കുമ്പോൾ രാത്രി എടുക്കുന്നുണ്ട്, വരുന്നുണ്ട്. പണ്ടത്തേതുപോലെ പൈസ ചോദിച്ചാലും വീട്ടിൽ വരുന്നില്ല. അപ്പോൾ സിസ്റ്റത്തിനകത്തൊക്കെ ഒരുപാട് ഞാൻ പറയുന്ന ഒരു 5 വർഷം മുമ്പത്തെ കാര്യമൊന്നുമല്ല, ഒരു 10-25 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ്. അപ്പോൾ സിസ്റ്റം അതിനകത്തൊക്കെ മാറ്റമുണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയുന്നതിനകത്ത് ശരിയല്ലാത്ത അങ്ങനെ ഒരു പെറ്റി പൊളിറ്റിക്സിലേക്ക് പോകുന്നത് ശരിയല്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ KSEB ഉദ്യോഗസ്ഥർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സാഹചര്യമാണ് അവർക്കുള്ളത്. അവർ ഇപ്പം നമ്മൾ തന്നെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരില്ല, ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, ഫോൺ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെല്ലാവരും അവിടെയാണ്, അവർ വേറൊരു സ്ഥലത്ത് പ്രശ്നമുണ്ട്, അവിടെ പോയിരിക്കുകയാണ്, അവർക്ക് തിരിച്ചു വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് KSEBയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. ഞാനൊരു കേസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഞാൻ ആ പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് അവിടം വരെ വരാമോ, ഇപ്പോൾ ഒന്ന് വരാമോ? അഞ്ചൂർ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസുകാരൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പില്ല, ആകെ ഒരു ജീപ്പേ ഉള്ളൂ, അത് ഒരിടത്ത് പോയിരിക്കുകയാണ്, അത് വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ, അരമണിക്കൂറെങ്കിലും എടുക്കാൻ വരാൻ വേണ്ടി. അപ്പൊ കേരളത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കേരളത്തിലുള്ള ജനത എന്ന് പറയുന്നത് 1956 മുതൽ ഇങ്ങോട്ട്, 1956 അല്ല, അതിന് മുമ്പ്, ഞാൻ കേരള സംസ്ഥാനം രൂപീകൃതമായ 1956 ആയതുകൊണ്ട് മാത്രം അതൊരു കട്ട് ഓഫ് പറയുന്നേ ഉള്ളൂ. അന്ന് മുതൽ ഇങ്ങോട്ട് ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ട്, ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ട്, അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ട് മാത്രം കടന്നു വരുന്നതാണ്. സോ വി ഡിസേർവ് ബെറ്റർ എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. ആ ബെറ്റർ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാൻ പവർ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടേണ്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യപ്പെടണം. ഇപ്പോഴും സർക്കാർ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തഥൈവ തന്നെയാണ്, അത് വഴി പോലെ തന്നെയാണ്, മുറ പോലെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഇത് 2025 നമ്മുടെ പുറകിൽ നിന്നിരുന്ന പല ആൾക്കാരും നമ്മളോടൊപ്പം ഏതാണ്ട് ഓടിപ്പിടിക്കുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു 10-15 വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഇന്ന് മേനി പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് മേനി പറയാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മൾ 2ാമതോ 3ാമതോ 4ാമതോ ഒക്കെ ആയിട്ട് പിന്തള്ളപ്പെടുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കും. അപ്പോ ആ കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വേഗതയിൽ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. അല്ലാണ്ട് ഇപ്പൊ 40 വർഷം മുമ്പാണ് ഈ പറയുന്ന കെട്ടിടം പണിഞ്ഞത്, അന്നത്തെ പഞ്ചായത്ത് ഓഫീസർക്കെതിരെ നടപടിയെടുക്കാൻ പോകണം, അല്ല 10 വർഷങ്ങൾക്ക് മുമ്പ് ഷെഡ് കെട്ടിയ സമയത്ത് ഞങ്ങളായിരുന്നില്ല ഭരിച്ചത്. ഇതൊരു ബ്ലെയിം ഗെയിമിനോ ബ്ലെയിം പൊളിറ്റിക്സിനോ നമ്മൾ ഇതിനകത്തേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല,